നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ UDF തരംഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ അണികൾക്കിടയിൽ മത്സരം ശക്തമാണ്. ഡൽഹി കേരള ഹൌസിന് മുന്നിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. നയിച്ചവൻ നായകൻ എന്ന തലക്കെട്ടോടെയാണ് ഫ്ലക്സ്. യൂത്ത് കോൺഗ്രസ്, NGO അസോസിയേഷൻ തുടങ്ങിയ പേരുകളിലാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചത്. PR വിവരങ്ങൾ ചേരുന്നു. ആനന്ദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കേരളത്തിൽ നേടിയ വലിയ വിജയത്തിൻ്റെ അനുരണങ്ങൾ ഡൽഹിയിൽ എങ്ങനെയാണ്? നേരത്തെയും കേരള ഹൗസിന് മുന്നിൽ KC അനുകൂലിച്ച് ആരുടെയൊക്കെയോ ഐക്യദാർഢ്യ പ്രകടനം നേരത്തെ ഉണ്ടായിരുന്നു. അരവിന്ദ്, കാശ്മീർ UDF മുന്നും വിജയമാണ് സംസ്ഥാനത്ത് സ്വന്തമാക്കിയത്. ഇനി മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. അതേസമയമാണ് കേരള ഹൗസിന് മുന്നിൽ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം NGO അസോസിയേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അടക്കമാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഫ്ലക്സുകൾ എത്തിയിരിക്കുന്നത്. നമ്മൾ കാണാം കേരള ഹൗസിന് മുന്നിലുള്ള ഫ്ലക്സുകൾ. ഇതിൽ KC വേണുഗോപാലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ 7-8 ഫ്ലക്സുകളുണ്ട്. ഇതിലെല്ലാം KC വേണുഗോപാലിന്റെ മുഖം മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ചെറിയ ഫ്ലക്സ് ഉണ്ട്. അതിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ചെറുതായി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഫ്ലക്സുകളിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നയിച്ചവൻ നായകൻ, ദ റിയൽ ലീഡർ, അത് KC വേണുഗോപാൽ എന്നതാണ്. NGO അസോസിയേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസുമാണ് ഈ ഫ്ലക്സുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതിനോടൊപ്പം തന്നെ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കേരള ഹൗസിന്റെ റോഡിന്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ നമുക്ക് കാണാം യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച കുറ്റൻ ഫ്ലക്സ് കാണാൻ സാധിക്കുന്നു. KC വേണുഗോപാലിനെ പിന്തുണച്ചു. കാരണം ഇതിൽ KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയെയും മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കേരളം വിത്ത് കോൺഗ്രസ്, ഇൻ യുവർ ട്രസ്റ്റ് വി ഫൈൻഡ് അവർ ഡ്യൂട്ടി എന്നതാണ് ഈ ഫ്ലക്സിൽ, യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സിൽ ഇതിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ KC വേണുഗോപാലിന് വലിയ രീതിയിലുള്ള പിന്തുണ അത് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ സൂചന. നമുക്കറിയാം ആ MLA മാരുടെ പിന്തുണ അത് KC വേണുഗോപാലിനാണ്. നിരീക്ഷകർ ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തി MLA മാരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ച ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് അടക്കം എന്തായാലും എത്താൻ പോകുന്നത്. എന്തായാലും കോൺഗ്രസ് ചർച്ചകൾ സജീവമാകുമ്പോൾ KC വേണുഗോപാലിന് ഡൽഹിയിലും ആ പിന്തുണ ഏറുകയാണ്. കൂടുതൽ പ്രവർത്തകരടക്കം ഇവിടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും UDF ഇൻ കേരള, അതുപോലെ തന്നെ NGO അസോസിയേഷൻ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവരാണ് ഈ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും നയിച്ചവൻ നായകൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഫ്ലക്സുകൾ കേരള ഹൗസിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും KC വേണുഗോപാലിന് വലിയ രീതിയിലുള്ള പിന്തുണ ഇവിടെ ഡൽഹിയിൽ ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ പ്രവർത്തകർക്കിടയിലും ലഭിക്കുകയാണ്. എന്തായാലും ചർച്ചകൾ സജീവമാകും. എന്തായാലും KC വേണുഗോപാലിന്റെ പേരും സജീവമായി തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരികയാണ്. ഹാഷ്മി, മമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.